स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरे महापापहरे देवी महालक्ष्मी नमोस्तुते. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധം സപ്തമാധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് നിർത്തിയത്. ആ മനുവംശത്തിൽ വന്നതായിട്ടുള്ള ആനർത്ത രാജ്യത്തിലെ രാജാവായ രേവതൻ തൻ്റെ പുത്രിയായിട്ടുള്ള രേവതിയെ ആർക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ആലോചനയുമായി ബ്രഹ്മലോകത്തിലെത്തിയ ഭാഗം വരെയാണ് നാം അവലോകനം ചെയ്ത് നിർത്തിയത്. ആ മനുവംശ വിസ്താരം ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങുകയാണ്. വംശചരിത്രമാണ്, മനുവംശത്തിൻ്റെ ചരിത്രമാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ നവമസ്കന്ധത്തിൽ വരുന്ന സൂര്യവംശ കഥകൾ, വരുന്ന ഒട്ടനവധി കഥകൾ ഇനി നമുക്ക് ഇവിടെ ദേവി ഭാഗവതത്തിലൂടെ അല്പസ്വല്പം വ്യത്യാസങ്ങളിലൂടെ ഒക്കെ നമുക്ക് ശ്രവിക്കാൻ കഴിയും. ആ സൂര്യവംശ വർണ്ണന, അവിടെ എത്തിയ രേവതൻ ബ്രഹ്മാവിനെ തൊഴുതു നമസ്കരിച്ചു. പറഞ്ഞു, അതിനു മുമ്പ് രേവതൻ ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയ സമയത്ത് അടുത്ത ഈ 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ജനമേജയൻ്റെ ഒരു സംശയത്തോടു കൂടിയാണ്. കഥ പറഞ്ഞത് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യാസനോട് ചോദിക്കണം, എൻ്റെ മനസ്സിൽ വലിയൊരു സംശയമുണ്ട്. രേവതിയോട് കൂടിയിട്ട് അദ്ദേഹം ബ്രഹ്മലോകത്തിലേക്ക് പോയിരിക്കുന്നു എന്നും അങ്ങ് പറഞ്ഞു. പണ്ട് ബ്രാഹ്മണർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രഹ്മജ്ഞനും ശാന്തനുമായ ബ്രാഹ്മണൻ മാത്രമേ ബ്രഹ്മലോകത്തിലേക്ക് പോകുള്ളൂ എന്ന്. ഭൂലോകത്ത് നിന്ന് രാജാവ് രേവതൻ രേവതിയോടുകൂടി അതിദുഷ്പ്രാപ്യമായിട്ടുള്ള സത്യലോകത്ത് സ്വയം എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നാണ് എൻ്റെ സംശയം. മരിച്ചവരെ സ്വർഗലോകത്ത് ചെല്ലുമെന്ന് സർവശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തോടെ ബ്രഹ്മലോകത്ത് എങ്ങനെ പോകും? സ്വർഗത്തിന് വീണ്ടും മനുഷ്യലോകത്തേക്ക് എങ്ങനെ വന്നു? പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവിനെ കണ്ട് ചോദിക്കാൻ ആഗ്രഹിച്ച രാജാവ് എങ്ങനെയാണ് അവിടെ ചെന്നത്? ഈ സംശയങ്ങളെയെല്ലാം ഒന്ന് ദയവായിട്ട് തീർത്തു തരണം എന്ന ചോദ്യത്തോടുകൂടി 8-ാമത്തെ അധ്യായം തുടങ്ങണോ? ചോദ്യങ്ങൾ കേട്ട വ്യാസൻ അതിനുത്തരം പറയുകയാണ്. മേരോസ്തു ശിഖരേ രാജൻ സർവേ ലോകാ പ്രതിഷ്ഠിത ഇന്ദ്രലോകോ വന്യലോകോ യാജ സംയമനീപുരി തഥൈവ സത്യലോകശ്ച കൈലാസശ്ച തഥാ പുനഃ വൈകുണ്ഠശ്ച പുനസ്തത്ര വൈഷ്ണവം പദമുച്യതേ. രാജൻ, സകല ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് മേരു ശിഖരത്തിലാണ്. ഇന്ദ്രലോകവും അതേമാതിരി തന്നെ വന്യയുടെ ലോകവും യമലോകവും സത്യലോകവും കൈലാസവും പിന്നെ വിഷ്ണുലോകമായിട്ടുള്ള വൈകുണ്ഠവും എല്ലാം ഈ മേരു പർവ്വതത്തിൻ്റെ ശിഖരത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് പൃഥാസുതനായ കുന്തിസുതനായ അർജുനൻ ധനുർധാരിയായി ഇന്ദ്രലോകത്ത് ചെന്നതും 5 വർഷം ആ അർജുനൻ ദേവഭവനത്തിൽ ഇന്ദ്രൻ്റെ സന്നിധിയിൽ മനുഷ്യ ശരീരത്തോടെ പാർത്തതും അതുപോലെ കകുസ്ഥൻ തുടങ്ങിയ മറ്റു രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്. പിന്നീട് ദൈത്യന്മാരും സൈന്യസമേതരായിട്ട് സ്വർഗത്ത് എത്തിയിട്ടുണ്ട്. അവരെ ഇന്ദ്രഭവനം കീഴടക്കി അവിടെ ഇഷ്ടം പോലെ ജീവിച്ചിട്ടുണ്ട്.
അതിതേജസ്വിയായിട്ടുള്ള മഹാഭിഷൻ എന്ന രാജാവ്, കുരുവംശത്തിലെ രാജാവായിരുന്നു മഹാഭിഷൻ, പണ്ട് ബ്രഹ്മലോകത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് ആ രാജാവ് അതിസുന്ദരിയായിട്ടുള്ള ഗംഗ വരുന്നത് കണ്ടു. അവളുടെ വസ്ത്രം വിധിനിയോഗത്താൽ എന്ന വണ്ണം വായു തട്ടി നീക്കി. അതുമൂലം രാജാവിന് ആ സുന്ദരിയെ ഒട്ടു നഗ്നിയായി കാണാൻ ഇടവന്നു. കാമാർത്തനായിട്ടുള്ള ഈ മഹാഭിഷൻ എന്ന രാജാവ് അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും പെട്ടെന്ന് മന്ദഹസിച്ചു. അവർ തമ്മിലുള്ള ഇത്തരം പ്രവൃത്തികൾ ബ്രഹ്മാവ് കണ്ട് രണ്ടുപേരെയും ശപിച്ചു. രണ്ടുപേരും ഭൂമിയിൽ വന്ന് ജനിക്കാനിടയാവട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു. കാരണം അന്നൊക്കെ ധർമാധർമ്മങ്ങൾ ആചരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഒരു സ്ത്രീയെ തൻ്റെ പത്നിയല്ലാതെ കണ്ട് മറ്റാരെയും നഗ്നയായിട്ട് നോക്കാൻ പാടില്ല എന്ന നിയമമുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ത്രീ നഗ്നയായി എന്ന് പറഞ്ഞാൽ അപ്പോൾ മുഖം താഴ്ത്തി കണ്ണടച്ച് നിൽക്കണം, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കണം. ഒരിക്കലും ആ നഗ്നതയെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കരുത് എന്നൊക്കെ ഉള്ള ഒരു കാലഘട്ടം അന്ന്. അതും പ്രത്യേകിച്ച് സത്യലോകത്തിലൊക്കെ ധർമ്മവും സത്യവും നിലനിർത്തേണ്ടതാണ്. തൻ്റെ ഈ സത്യലോകത്തിൽ വന്ന് ധർമ്മിഷ്ഠനാണ് മഹാഭിഷൻ. അതുകൊണ്ടാണല്ലോ സത്യലോകത്തിലേക്ക് പോകാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചത്. എല്ലാവർക്കും സാധിക്കുന്നതല്ലല്ലോ ബ്രഹ്മലോകത്തിൽ എത്തുക എന്നുള്ളത്. അപ്പം ബ്രഹ്മലോകത്തിൽ ഈ കുരുവംശജനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെയും മറ്റുമൊക്കെ പൂർവജനായിട്ടുള്ള ഇദ്ദേഹം, ശന്തനുവിൻ്റെ പൂർവജനായിട്ടുള്ള ഇദ്ദേഹം അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ആ തപോബലം ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് തീരെ ശരിയല്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ നഗ്നത, ഇപ്പോൾ മാറിലിട്ട വസ്ത്രമോ മറ്റോ അഴിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ വസ്ത്രമോ മറ്റോ എടുത്ത് നഗ്നതയെ മറയ്ക്കുക എന്നുള്ളതാണ് സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവം. അതാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. ഇവിടെ അതിന് വിപരീതമായിട്ട് ഗംഗ തന്നെ നോക്കി, തൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭിഷനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ മഹാഭിഷൻ്റെ സൗന്ദര്യത്തിലും മറ്റും ആകർഷിതയായിട്ട് നിൽക്കുന്നതാണ് ബ്രഹ്മാവ് കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിന് ദേഷ്യം വന്നത്. ഈ സത്യലോകത്തിൽ അധർമ്മികളായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് കാരണം കൊണ്ട് നിങ്ങളിതാ ഇവിടെ ഇരിക്കാൻ യോഗ്യരല്ല, ഭൂമിയിൽ ചെന്ന് പതിക്കൂ എന്ന് പറഞ്ഞ് ശപിച്ചു. അതേമാതിരി തന്നെ പല അസുരന്മാരും ദാനവരാലും പേടിക്കപ്പെട്ട ദേവന്മാരൊക്കെ വൈകുണ്ഠത്തിലേക്ക് ചെന്ന് ജഗന്നാഥനായിട്ടുള്ള ശ്രീഹരിയെ സ്തുതിക്കുന്നുണ്ട് എന്ന് പുരാണങ്ങളിൽ കാണുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹേ രാജൻ, അങ്ങൊരു പ്രകാരത്തിലും സംശയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ലോകങ്ങളെല്ലാം മനുഷ്യർക്കും പോകാവുന്നതാണ്. എന്നാൽ അവർ അവശ്യം പുണ്യം ചെയ്തവരോ താപസരോ ആയിരിക്കണം എന്ന് മാത്രം. പുണ്യമുണ്ടായിരിക്കുക എന്നതാണ് അങ്ങോട്ട് ചെല്ലാനുള്ള യോഗ്യത. അതുപോലെ യാഗം നടത്തിച്ച് ചിത്തവിശുദ്ധി വന്നവർക്കും ഈ ലോകങ്ങളിലൊക്കെ യഥേഷ്ടം പോകാൻ കഴിയും എന്ന ആ സംശയത്തിനെ, ജനമേജയൻ്റെ സംശയത്തിനെ അവിടെ തീർത്തു കൊടുക്കണു. ഇതെല്ലാം കേട്ട ജനമേജയൻ വീണ്ടും ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് തുടരുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.